ചോദിച്ചിട്ട് അപ്പൊ ഈ മുണ്ടക്കൈ ദുരന്തം എന്തുകൊണ്ടാ വന്നേ? എന്റെ ദൈവത്തിന് അത് തടയാൻ പറ്റിയില്ല. പറ്റില്ല ചേട്ടാ. എങ്ങനെയാ തടയുന്നത്? കുറെ ജനം ഇങ്ങനെ പാപം ചെയ്ത് പെറ്റു പെരുകി കൂടി കിടക്കല്ലേ, നശിപ്പിക്കണ്ട ഇതിനെയൊക്കെ. നിങ്ങളുടെ ദൈവം അപ്പൊ ഇത്ര ക്രൂരനാണ്? അപ്പൊ മുണ്ടക്കൈയില് നീതിമാന്മാരില്ലാതിരുന്നത് കൊണ്ടാണ് അവിടെ എല്ലാവരും തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. കൊറോണയ്ക്ക് പോലും ഒരൊറ്റ നീതിമാന്മാർ മരിച്ചിട്ടില്ല. പിഞ്ച് പിള്ളേര് പിഞ്ച് പിള്ളേർ ചേട്ടന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പിഞ്ചു കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചേട്ടന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ചേട്ടാ, ഒരു വയസ്സുള്ള കൊച്ചു എന്ത് തെറ്റ് ചെയ്യാനാ? വളരെ യാദൃശ്ചികമായിട്ടാണ് എനിക്ക് ഈ ഒരു കോൾ വന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്താ പറയാൻ പോണേന്നോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടേന്നോ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. പുള്ളി പറയുന്ന ബ്ലണ്ടർ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾ, ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവനെ പിടിച്ച് 2 ഇടി കൊടുക്കാൻ തോന്നും. അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടോളൂ. എനിക്ക് കോൾ വന്നത് ഏത് നമ്പറിൽ നിന്നാണെന്നുള്ളതും വീഡിയോയിലൂടെ പറയാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കും ഈ നമ്പറിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോളൂ. ഞാൻ പറഞ്ഞു അതാ. നിങ്ങൾ പറയും അപ്പോഴും ദൈവത്തിന്റെ ഭാഗത്ത് അനീതിയുണ്ട്. കാരണം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് നശിപ്പിച്ചത് ദൈവമാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് അനീതി ഉണ്ട്. ദൈവത്തിന് ഒരു അനീതിയുമില്ല. ദൈവം നീതിമാനായ ദൈവം മാത്രമാണ്. അത് എന്താണ് ഈ സകലതും നശിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമായി ദൈവവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ രഹസ്യങ്ങൾ മനസ്സിലാവണം. മനസ്സിലായെന്ന് അല്ല ഞാൻ ചോദിച്ചിട്ട് അപ്പൊ ഈ മുണ്ടക്കൈ ദുരന്തം എന്തുകൊണ്ടാ വന്നേ? എന്റെ ദൈവത്തിന് അത് തടയാൻ പറ്റിയില്ല. പറ്റില്ല ചേട്ടാ. എങ്ങനെയാ തടയുന്നത്? കുറെ ജനം ഇങ്ങനെ പാപം ചെയ്ത് പെറ്റു പെരുകി കൂടി കിടക്കല്ലേ, നശിപ്പിക്കണ്ട ഇതിനെയൊക്കെ. അപ്പൊ ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിരുന്നിടത്ത് മുണ്ടക്കൈ ദുരന്തം ഒക്കെ വെറും ഒരു സാമ്പിൾ വെടിക്കട്ടെ ചേട്ടാ. വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ ഒരു ആഘോഷം മാത്രം, ഒരു സൂചന മാത്രം. മനസ്സിലായി? ശരി. അപ്പൊ ഞാൻ ചോദിക്കണം, അപ്പൊ മുണ്ടക്കൈയിലുള്ളവരെല്ലാവരും പാപികളായിരുന്നോ? എല്ലാവരും പാപികളായിരുന്നോ? അപ്പൊ മുണ്ടക്കൈ ദുരന്തം അനുഭവിച്ചായിട്ട് ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ ദൈവവചനം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സോദോം ഗോമോറ നഗരങ്ങൾ, സോദോം ഗോമോറ 2 നഗരങ്ങൾ ദൈവം നശിപ്പിച്ചു അല്ലേ? 10 നീതിമാന്മാരെ അന്വേഷിച്ച് ദൈവത്തിന് ആകെ 3 നീതിമാന്മാരെ മാത്രമേ കണ്ടുള്ളൂ. ആ നീതിമാന്മാരെ അവിടുന്ന് പിടിച്ച് നഗരത്തിന്റെ പുറത്ത് കടത്തി രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് നീതിമാനായ എന്റെ ദൈവം ആ നഗരം നശിപ്പിച്ചത്. അതിൽ എത്ര പേര് മരണപ്പെട്ടു? അന്ന് ഏകദേശമാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര പേര് മരണപ്പെട്ടു? എത്ര പേര് മരിച്ചെന്ന് ഏകദേശം. കുട്ടികൾ മരണപ്പെട്ടിരുന്നോ? കുട്ടികൾ മരണപ്പെട്ടിരുന്നു. പിഞ്ചു കുട്ടികളും മരണപ്പെട്ടുണ്ടാവില്ല. ജനസമൂഹമായിട്ട് അയ്യോ ചേട്ടാ, സമ്മതിച്ചു. അപ്പൊ ഈ കുട്ടികള് എന്ത് പാപം ചെയ്തിട്ടാണ് ഈ കുട്ടികളെ കൊന്നേ? അറിയില്ല. എന്റെ പൊന്നേട്ടാ, എനിക്ക് രഹസ്യം അറിയണ്ട. ഇത് നിങ്ങളുടെ ദൈവം അപ്പൊ ഇത്ര ക്രൂരനാണ്? ഞാൻ വിശ്വസിക്കുന്ന ദൈവം കൊച്ചു പിള്ളേരെ കൊല്ലുന്ന ദൈവം അല്ല. ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായോ? ആ കൊല്ലുന്ന ദൈവമല്ല. അങ്ങനെ പിഞ്ചു പിള്ളേരെ കൊല്ലുന്ന ദൈവം ഒരു യഥാർത്ഥ ദൈവമല്ല. നിങ്ങളപ്പോ കൊന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഏതോ വലിയ ദേവനെയാണ്. ആളിൽ വിശ്വസിച്ച് നിങ്ങൾ ജീവിക്കൂ. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിലാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. മനസ്സിലായില്ലേ? ഞാൻ സമ്മതിച്ചു. ശരി, ചേട്ടന്റെ ദൈവം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കണേ, മുണ്ടക്കൈ ദുരന്തം ഞാൻ പറയണ എനിക്ക് അറിയാൻ വേണ്ടി സംഭവിച്ചെങ്കിൽ നിങ്ങൾ സോദോം ഗോമോറ നഗരം വെച്ച് താരതമ്യം ചെയ്തേട്ടാ. അവിടെ നീതിമാന്മാരെ. അപ്പൊ മുണ്ടക്കൈയില് നീതിമാന്മാരില്ലാതിരുന്നത് കൊണ്ടാണ് അവിടെ എല്ലാവരും. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. കൊറോണയ്ക്ക് പോലും ഒരൊറ്റ നീതിമാന്മാർ മരിച്ചിട്ടില്ല. ഈ ലോകത്ത് സുനാമി ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, സകലതും ഉണ്ടായി. ഒരൊറ്റ നീതിമാന്മാർ മരിച്ചിട്ടില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ചേട്ടാ, ഞാൻ ചോദിക്കുന്നത്, അപ്പൊ മുണ്ടക്കൈയിലുള്ള ശരി വലിയവരിൽ ഒരുപാട് പേര് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരുണ്ട്, സമ്മതിച്ചു. എന്റെ ചേട്ടാ, വലിയവരും ചെറിയവരും ഒന്നും ദൈവത്തിന്റെ മുന്നിൽ നോട്ടമില്ല. പിള്ളേര് ചേട്ടന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പിഞ്ചു കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചേട്ടന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ചേട്ടാ, ഒരു വയസ്സുള്ള കൊച്ചു എന്ത് തെറ്റ് ചെയ്യാനാ? ഒരു വയസ്സല്ല, ഉദരത്തിൽ കിടന്ന കുഞ്ഞ് തെറ്റ് ചെയ്തു. ഉദരത്തിൽ കിടന്ന ഒരമ്മയുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് തെറ്റ് ചെയ്തിട്ട് ദൈവം ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ പറഞ്ഞു, ഏസാവിനെ ഞാൻ വെറുക്കുന്നു, യാക്കോബിനെ ആകട്ടെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതെങ്ങനെയാ പറക്കുന്നതിന് മുന്നേ പറഞ്ഞേ? എന്റെ ദൈവത്തിൽ അനീതി ഉണ്ടായിട്ടാണോ? എന്റെ പൊന്നേട്ടാ, അപ്പൊ ആ കൊച്ചിനെ ജനിപ്പിക്കാതിരുന്നാ പോരായിരുന്നോ?
അത് എന്റെ ചേട്ടാ, ഇതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നിങ്ങൾക്ക് അറിയില്ല ദൈവരാജ്യത്തിന്റെ നിങ്ങളുടെ ആ അറിവ് എനിക്ക് വേണമെന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-25 മിനിറ്റോളം നീണ്ട ഒരു കോളായിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളായിട്ടുള്ള ഏറ്റവും കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വളരെ വിഷകരമായിട്ടുള്ള വാക്കുകളൊക്കെ വിളമ്പുന്ന ഇവന്മാരെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. അത് നമ്മളെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ താർക്കല്ലേ. ബൈ.